അസാരമൊന്നും നിന്നും നാം കാണുന്നില്ല. അധികാരത്തിൽ നിന്നും കാണുന്നില്ല. അസാരമൊന്നും നിന്നും ഞാൻ കാണുന്നില്ല. അധികാരത്തിൽ നിന്നും കാണുന്നില്ല. ഒരു വാക്ക് നീ പറഞ്ഞ ദൈവത്തെ നകന്നുപോയ ജനത്തെ ദൈവത്തിങ്കലേക്ക് വിളിച്ചു വരുത്തുക, മടക്കി വരുത്തുക. ആമേ യഹോവയ ദൈവത്തിന്റെ വചനങ്ങളെ ആലോചന അറിയിച്ച ദൈവത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ്. പക്ഷെ യിരെമ്യാവിന് എന്ത് ചെയ്യും? അവര് മനസ്സിലാകാത്തവരെ യിരെമ്യാവിനെ അടിച്ചു. ഞെരുക്കത്തിനപ്പം ഞെരുക്കത്തിന് വെള്ളം കൊടുത്തു, കാരാഗ്രഹത്തിൽ ഇട്ടു, അല്ലെ? അനേക ദണ്ഡനങ്ങള് അവന് പൂട്ടിയിട്ടു. വാതില അടച്ച് അവന് മുമ്പിൽ അടച്ചിട്ടു. ഒരുപാട് കഷ്ടങ്ങള്. പുരോഹിതന്മാരടിച്ചു, പ്രവാസിമാരടിച്ചു. രാജാക്കന്മാർക്ക് അവരോട് അനിഷ്ടമായി, അല്ലേ? നാമെ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി. പക്ഷേ അവൻ വിളിച്ചുകൊണ്ടിരുന്നു. പല സമയം പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ പറഞ്ഞു. പക്ഷേ ജനത്തിന്റെ ഇഷ്ടം പോലെയല്ല ദൈവം പ്രവർത്തിച്ചത്. യിരെമ്യാവ് തന്റെ ജീവിതത്തില് അവൻ ചെറിയവനായിരുന്നാലും ദൈവം അവന്റെ വാക്ക് കേട്ടു. ജനം അന്യജാതിയിലേക്ക് പോയപ്പോൾ ആ ജനം അവിടെ ഒരുപാട് കഷ്ടം അനുഭവിച്ചു, പീഡ അനുഭവിച്ചു. അതുകൊണ്ട് ദൈവം ആ ജനം അതിനോ നിലവിളിച്ച് യഹോവയാ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ നടുവിൽ നിന്ന് ആരെ എഴുന്നേൽപ്പിച്ചു? സെറുബാബേലിനെ പോലുള്ള ആളുകളെ എഴുന്നേൽപ്പിച്ച്, അല്ലെ? പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച്, സെറുബാബേലിനെ പോലുള്ളവരെ എഴുന്നേൽപ്പിച്ച് അവരെ ഇസ്രായേലിലേക്ക് മടക്കി വരുത്തുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കുക, ദൈവം ജനത്തെ മടക്കി വരുത്തുവാൻ ഓരോരുത്തരും ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഓരോയിടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആരെ എഴുന്നേൽപ്പിക്കുന്നത്? ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നത്. എന്തിനാണ്? ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ. ദൈവത്തെ നകന്നുപോയി പാപങ്ങളില്, ശാപങ്ങള്, രോഗങ്ങള്, മഹാദണ്ഡനങ്ങൾ അകപ്പെട്ടു പോകുന്ന ജനത്തെ അവരുടെ മനസ്സിനെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ഓരോരുത്തരെ കൊണ്ട് ദൈവം വിളിച്ചു പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടി ആ ജനത്തിന്റെ ആ അവസ്ഥ കണ്ട് അതിനുവേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് ആര്? ദാനിയേൽ, അല്ലേ? ദാനിയേൽ പ്രവാസ കാലങ്ങളിൽ ഇടിവ് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദാനിയേൽ എന്ത് ചെയ്തു? ആരെ വെളിപ്പെട്ടു? ഗബ്രിയേൽ ദൂതൻ വെളിപ്പെട്ടു. ഒരു ചെറിയ ദൂതനല്ല വെളിപ്പെട്ടത്, മെസഞ്ചേഴ്സിന്റെ തലവനായ ഗബ്രിയേൽ ദൂതൻ തന്നെ എന്ത് ചെയ്തു? വെളിപ്പെട്ടിട്ട് അവനോട് സംസാരിച്ചു. എന്ത്? ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തെ കുറിച്ച് സംസാരിച്ചു. പ്രിയപുരുഷനായ ദാനിയേലേ, നിന്റെ യാചനകളുടെ ആരംഭത്തേക്ക് തന്നെ സ്വർഗത്തിൽ എന്തിയാണ് കൽപ്പന പുറപ്പെട്ടു. എന്ത്? ഇസ്രായേലിന്റെ മടങ്ങി വരവന്റെ വിടുതലിന്റെ 70 വർഷത്തെ അടിമത്തം ഇങ്ങനെ മാറിപ്പോകുമെന്നുള്ള കൽപ്പന പുറപ്പെട്ടു. പക്ഷേ പാഴ്സി രാജ്യത്തിന്റെ പ്രഭു, പാഴ്സി രാജ്യത്തെ വാഴ്ച ചെയ്യുന്ന അധിപതി അതിനെ തടുത്തിട്ടിരിക്കുകയാണ്. ആര്? ഈ വിടുതലിന്റെ ആലോചനമായി വന്ന വ്യക്തിയെ തടുത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആരെ അയച്ചു? പാഴ്സി രാജ്യത്തിന്റെ പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ ദൈവം തന്റെ ദൂതനായ മിഖായേലിനെ അയച്ചു. സ്വത്രം.
മിഖായേലും മനസ്സിലായിട്ടുള്ള പ്രഭുവുമായി ശക്തമേറിയ യുദ്ധം നടക്കുകയാണ്. എന്ത് യുദ്ധമാണ് നടക്കുന്നത്? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാരങ്ങളുടെ അധിപതികൾക്കും എതിരായ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം സ്വർഗത്തിലെ ദൂതന്മാരിൽ യുദ്ധം നടക്കുകയാണ്. കെട്ടുപാടുകൾ വീഴാൻ പോകുക. ഈ ശബ്ദപരിധി കേൾക്കുന്നവരെ ശബ്ദപരിധി കേൾക്കുന്നവരെല്ലാം ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. പല അളവുകളിലാണ് ഒരാൾക്ക് ഒരാളിലാണെങ്കിൽ മറ്റാളുകൾ തന്നെ ശക്തി വ്യാപരിക്കുന്നു. ഈ ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന ജീവനങ്ങളിൽ കൂടെ ദൈവശക്തി വ്യാപരിക്കുന്നു. എന്ന് പലക്കാൽ ദൈവാത്മ പറയുന്നു. ഞെരങ്ങിയിരിക്കുന്ന എന്റെ കണ്ണിന്റെ മുഖാന്തരം ഞെരങ്ങിക്കൊണ്ടിരിക്കുന്ന അടൽ കരകടക ആട്ടബലക വീഴ്ചകള് പരിശ്രമ സഹിക്കപ്പെടുകയാണ്. എന്റെ ശരീരത്തിലേക്ക് അനുഭവങ്ങൾ അലർജിയുടെ വ്യാപാരങ്ങള് അലർജിയുടെ ക്ഷീണങ്ങളെന്ന് ക്ഷീണത്തിന്റെ പോലുകള് ദൈവാത്മ വഴിക്കുക അലവരങ്ങള് പുതിയ പോലെ ജീവനം വല്ലാത്ത വശങ്ങളെന്ന് ഏത് സാഹചര്യങ്ങളില് എന്നെ ആവശ്യപ്പെടുന്ന കോടികള് വിദഗ്ധകള് ദൈവാത്മാവിന്റെ തൂക്കം മാറ്റുകയാണ്. ശബ്ദ രഹസ്യാകതരിക ಜನ ಘಟಕನ ಶಬ್ದದ ನಿಗರಗೌಡನಲ್ಲ ಅತ್ತನ ಘಟಕ ಚೂರಬಲವಲ್ಲ ಆಮೆ ಹಲ್ಲಯ್ಯ ಆಮೆ ನನ್ನ ಕlle ಹಾಗೆಯ ಸತ್ಯ ನೋಕ ಆಮೆ ಕಲೆದು ಮಂದಿಪ್ಪ ಆಮೆ ತಲೆಗೆ ಮಂದನೆ ಚೆಲಬರ್ಚೆ ಆಮೆ ಜರಬುಗಳೆಲ್ಲ ಕವಚ ಒಂದು ಎಂದಾನೆ ಆಮೆ ಪಲನೆಗಳನ್ನು ಭಾರ ತಲೆಗೆ ಮೀನವಾಲೆ ಆಮೆ ಜೀವನವೇ ನಿನ್ನ ತಲೆಗೆ ಸತ್ಯ ನೋಕ ಆಮೆ ಹಲ್ಲಯ್ಯ ಅವನ ಸೌಖ್ಯದ ಕರ ಆಮೆ ಸಾಂತಿ ವ್ಯಾಪಾರಿಕನ್ನು ಅವನ ಶಕ್ತಿ ಪುರಪಟ್ಟ ವ್ಯಾಪಾರಿಕನ್ನು ಆಮೆ ನಿನ್ನ ಮನಸ್ಸು ಎಂದು ಯಾಕೆ ആത്മശക്തി ഭൂമിക്കുമ്പോൾ സന്തോഷ അടക്കിയ കൈവാദമാണ് ഒരു വാദങ്ങൾ ഇതിന്റെ ഭാരങ്ങള് ഈ ലോകം കെട്ടുവെച്ച ഭാരങ്ങള് ഈ ലോകം തന്നെ ആകുന്ന ഭാരങ്ങള് അവൻ നിന്റെ മുമ്പിൽ ഒഴിച്ചു നോക്കില്ല. പുകപ്പാറിപ്പോകുന്ന പോലെ ആമെ ഹല്ലേലൂയ ആമെ ഹല്ലേലൂയ തുറന്നു വരിക ഹല്ലേലൂയ ഈ പലകാല കാഴ്ച ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കണ്ണിൽ വ്യത്യാസം മാറട്ടെ ഹല്ലേലൂയ. ഞങ്ങൾ മകൾ യേശുവിന്റെ നാമത്തിൽ ഏകശക്തി വ്യാപാരം ചെയ്യട്ടെ ഹല്ലേലൂയ. ആമെ ഹല്ലേലൂയ പ്രവാഹം നടക്കട്ടെ. ആമെ കവിയെ കണ്ണുകളെ പ്രോ കഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമെ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം നടക്കട്ടെ. അന്ധകാലത്തിന്റെ പോരുകളെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഭവനങ്ങൾ സായന്ത്രം ഉണ്ടാകട്ടെ. ആജ്ഞാപനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പട്ടണങ്ങളിരിക്കുന്ന ഭവനങ്ങളില് ദൈവ സാന്ത്യം വെച്ച ഭവനങ്ങളില് ആമെ ഹല്ലേലൂയ. ഇനി ഭവനമല്ല, ഇനി അനർത്ഥമല്ല, ഇനി അപകടമല്ല, ഇനി ദോഷമല്ല, പരാജയമല്ല. ആമെ ദൈവ സാന്ത്യം ഇറങ്ങിയുണ്ട്. അന്തം സമാന ഹതകളല്ല അനുഗ്രഹത്തിന്റെ ആമെ ഹല്ലേലൂയ. ആമെ സാധ്യമായി ഓർമ്മ സാധ്യമായി ദൈവത്തിന് സാധ്യമായി ആമെ പഠിക്കപ്പെടുന്ന ഭവനമായി മാറുക.
ശബന രഹസ്യാന ഹതുമറബന ശൈലസ്യ അമ്മല ജഗടഗത ഹത്സന ഗടക ഇതുപോലെ കാലം എനിക്കറിയുന്നില്ല എന്താണെന്ന് ഹല്ലേലൂയ പക്ഷെ വല്ലാത്തൊരു ദൈവസാന്നിധ്യം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്റെ വചനത്തിൽ കൂടി ആത്മാവ് വെളിപ്പെടുത്തിയ ഹല്ലേലൂയ ആമേൻ ദൈവാത്മാവ് പറയുന്നുണ്ട് ആശ്ചര്യത്തിന്റെ പ്രഭു ഹല്ലേലൂയ ആമേൻ കഴിഞ്ഞ 70 വർഷമായി അനേക വർഷമായി ഹല്ലേലൂയ എന്റെ ജനമേ നിനക്കെതിരെ ഭാഷലാക്കുന്ന ശകലേ ആമേൻ ഹല്ലേലൂയ ആമേൻ ജാതിയ പോലെ പോരാട്ടങ്ങളെ ഹല്ലേലൂയ ഐശ്വര്യ പോലെ പോരാട്ടങ്ങളെ ആമേൻ ആമേൻ നിനക്ക് തലമുറകൾക്ക് ആമേൻ യൗവനക്കാർക്കും ഹല്ലേലൂയ എതിരെ പോരാടിയ ഭാഷലാക്കുന്ന പ്രഭുവിന്റെ ശകലി ആമേൻ ഹടന ഹടന ഹണ്ടല കടല ഇന്ന് ഉപവാസത്തിന്റെ നടുവില് ഇന്ന് പ്രാർത്ഥനയുടെ നടുവില് പാപങ്ങളെ ഏറ്റുവാങ്ങുന്ന പ്രാർത്ഥനയുടെ നടുവില് ആമേൻ ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ നടുവില് ആമേൻ ഹല്ലേലൂയ ആമേൻ വീടുകയാണ് അതേ ചില ഭാഷലാകുന്ന വേദിയാണ് ആമേൻ ശോധന അധികാരങ്ങൾ ആമേൻ അന്ധകാരത്തിന്റെ ശക്തികൾ ആമേൻ കർക്കഴിഞ്ഞ വീട് ആകാശത്തിൽ നിന്നെ വീഴുന്ന പോലെ ആമേൻ നിന്റെ മുമ്പിൽ വീഴുകയാണ്. ഇനി മനുഷ്യരല്ല നോക്കേണ്ടത്, രാജാക്കന്മാരല്ല നോക്കേണ്ടത്, പുരോഹിതന്മാരല്ല നോക്കേണ്ടത് ഹല്ലേലൂയ ആമേൻ പ്രഭുക്കന്മാരല്ല നോക്കേണ്ടത് ഹല്ലേലൂയ ആമേൻ അവരല്ല സുസൃത വർണ്ണങ്ങളായിരിക്കാം പക്ഷേ ആമേൻ ഹല ദേശാസനന് ആമേൻ നായകന് പൂർത്തിയോത്തരമായ ആമേൻ നിന്റെ യേശു എന്നെ ചുമന്ന് ആമേൻ ഹല പാളയത്തിന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പുറത്ത് നിന്ന് വിളിച്ച് നിന്നെ പുറത്ത് ആമേൻ പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ആമേൻ നിർത്തിയെ ചുമന്ന് മാറ്റിയ ആമേൻ ഹല്ലേലൂയ